Hello, all. Here we are starting the first semi-final of the Riders Cup 2024. The much-awaited game is played between Royal Kerala and the Kerala Warriors, just who came from a fresh victory against Saga Tuskers 10 minutes before. They are in the out in the field again to compete against the mighty Royal Kerala, who had a mighty victory against Grand River Rhinos recently. Once again, Kerala Warriors won the toss and elected to field first. Here we are starting the first ball of the. Let's start the game. Oh my God, the match started with a shocker. Getting the wicket of Agil Varghese clean bowled on the very first ball of the innings. Agil had no clue what's happening. Thomas John taking the first ball blow to the റോയൽ കേരള ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു തുടക്കം. കഴിഞ്ഞ കളിയിൽ നിന്നും ഏറെ വിപരീതമായൊരു തുടക്കം റോയൽ കേരളയെ കാത്തിരിക്കുന്നു ഈ കളിയിൽ. പക്ഷേ അവർക്ക് ഇനിയും ബാറ്റ്സ്മാൻമാർ ഒരുപാടുണ്ട്. അടുത്തതായി ക്രീസിലേക്ക് എത്തിയിരിക്കുന്നു ക്യാപ്റ്റൻ ബെൽവിൻ ബാബു. കഴിഞ്ഞ കളിയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ബെൽവിൻ ബാബു ഇതാ തോമസ് ജോണിനെ ഫേസ് ചെയ്യുന്നു. ആൻഡ് ഹി മിസ്സസ് ദ ബോൾ. So much pressure, so much energy. It's an entirely different team. Kerala Warriors coming after a fresh victory against Soga Tuskers, totally dominating Soga Tuskers. They're in the field again. That one will be called a wide. That's the opening run for Royal Kerala. The one of many more to come if they want to win this game. Oh, that's up in the air. That's another miss hit. That's it. Belvin Babu gone for a duck. What's happening from the previous game? എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാവുന്നതിന് മുമ്പ് തന്നെ 2 വിക്കറ്റുകൾ നഷ്ടമായി റോയൽ കേരള. വളരെ മികച്ച രീതിയിൽ 2 ബാറ്റ്സ്മാൻമാരും കഴിഞ്ഞ കളിയിൽ പെർഫോം ചെയ്ത റോയൽ കേരള വീണ്ടും നോക്കൌട്ട് സ്റ്റേജുകളിൽ പതറുന്ന ഒരു കാഴ്ച. അടുത്തതായി ബാറ്റിങ്ങിന് എത്തിയിരിക്കുന്ന നന്ദു സുരേഷ്. ബാറ്റിംഗ് ലൈനപ്പിൽ ചെറിയ ചേഞ്ചുകൾ വരുത്തി സെൻസിബിൾ ഇന്നിങ്സ് നന്ദുവിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു റോയൽ കേരള. ലെറ്റ്സ് സീ വാട്ട് ഹി ക്യാൻ ഡെലിവർ. And another catch. Oh, it's dropped this time. വളരെ ഈസി ആയ ഒരു ക്യാച്ച് ഡ്രോപ്പ് ചെയ്ത്. ഈസി എന്ന് പറയാൻ പറ്റില്ല എങ്കിൽ പോലും കമ്പാരിറ്റീവ്ലി റിലേറ്റീവ്ലി ഈ സ്റ്റാൻഡേർഡ് ഓഫ് ഗെയിമിൽ
എടുക്കാൻ സാധിക്കുന്ന ഒരു ക്യാച്ച് ഡ്രോപ്പ് ചെയ്തിരിക്കുന്നു കേരള വാരിയേഴ്സ്. അതും കൂടെ ആയിരുന്നെങ്കിൽ 3 വിക്കറ്റ് ആദ്യത്തെ ഓവറിൽ കിട്ടുമായിരുന്നു കേരള വാരിയേഴ്സിന്. ബട്ട് the luck is not in their favor right now. Experienced Jibin. Just a single. Full toss. സിംഗിളാക്കി മാത്രം സാധിക്കുന്നുള്ളൂ ജിബിൻ ഓഫ് ദ മാർക്ക്. Our title sponsor Canada Immigration Lion Share. നന്ദു വീണ്ടും സ്ട്രൈക്കിലെത്തിയിരിക്കുകയാണ്. ഫുൾ യോർക്കർ ബോൾ. നന്ദു ജസ്റ്റ് ഒരു സിംഗിൾ മാത്രം നേടാൻ സാധിക്കുന്നുള്ളൂ. കേരള വാരിയേഴ്സിന് ഇതിലും മികച്ചൊരു തുടക്കം സ്വപ്നങ്ങളിൽ മാത്രം എന്ന് പറയേണ്ട അവസ്ഥ. ഒരു തരത്തിലും അവർ ഇങ്ങനെ ഒരു സ്റ്റാർട്ട് പ്രതീക്ഷിച്ചിരിക്കില്ല എന്ന് 100% ഉറപ്പു പറയാൻ പറ്റുന്ന ഒരു സ്റ്റാർട്ട്. Albin is the new bowler. Swing and a miss. From Nandu Suresh Kumar. വീണ്ടും ഒരു ക്യാച്ചിങ് പ്രാക്ടീസ്. പക്ഷെ ഇത്തവണ ഫീൽഡർ ക്യാച്ച് സുരക്ഷിതമായി കരസ്ഥമാക്കുന്നു. റോയൽ കേരളക്ക് കാര്യമായി അടിപതറുന്ന ഒരു അവസ്ഥ. തികച്ചും പ്രതീക്ഷിക്കാത്ത ഒരു തകർച്ചയുടെ വക്കിൽ റോയൽ കേരള നിൽക്കുന്ന അവസ്ഥ. വെറും 4 റൺസ് മാത്രം കരസ്ഥമാക്കി 3 വിക്കറ്റ് പോയിരിക്കുന്നു. കേരള വാരിയേഴ്സ് clearly showing their upper hand in this game so far, just in the first over itself. Royal Kerala need at least 45 to 50 runs to have a fair competition in this game. Experienced Debin, who scored a lot of runs in the last game, is at the crease now. He pulls one to the square leg region just for a one. Debin sneaks through a single to the point region. Great catch. എബിനു ഔട്ടാവുന്ന അവസ്ഥ. കഴിഞ്ഞ കളിയിൽ ഞാൻ എന്താണോ പറഞ്ഞത് എല്ലാം റോയൽ കേരളയുടെ കരങ്ങളിലേക്ക് വരുന്ന അവസ്ഥ. പക്ഷെ ഇത്തവണ നേർവിപരീതമായി സംഭവിക്കുന്നു.
A great hit but couldn't cover the fence. ബൗണ്ടറി ലൈനുകളുടെ ഇഞ്ചുകളിൽ മുന്നിൽ നിന്ന് ഫിനിഷ് കരസ്ഥമാക്കുന്നു. കൂട്ടത്തകർച്ചയുടെ വാക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു റോയൽ കേരള. ഇനിയെങ്കിലും ഒരു സെൻസിബിൾ ഇന്നിങ്സിലൂടെ സ്കോർ 40 35 എത്തിക്കുക എന്നുള്ളതായാൽ കുറച്ചും കൂടെ ബെറ്റർ അവസരങ്ങൾ റോയൽ കേരളക്ക് ഉണ്ടാവുമെന്ന് കരുതുന്നു. ബാറ്റിങ്ങിന് വന്നിരിക്കുന്നത് നവനീത് സുരേഷ്. ടൂർണമെന്റിൽ ആദ്യമായി ബാറ്റ് ചെയ്യുന്ന പ്ലെയറാണ് നവനീത് സുരേഷ്. അത്ര ഡോമിനന്റ് ആയിരുന്നു റോയൽ കേരളയുടെ ബാറ്റിംഗ് ലൈനപ്പ് ഇതുവരെ. Shot. Navneet Suresh is a good runner between the wickets, always trying to find gaps and placement the ball to perfection. Running a lot to get the runs. Such a hard-working all-rounder. Seven runs, 4 wickets after 2 overs. Arun Bittu is bowling the 3rd over of the innings. That's up in the air again, but this time it falls short of Vivin. Another miss. That's up in the air again. Field run rate and another wicket falls down for Royal Challenge. ഒമ്പത് റൺസിന് 5 വിക്കറ്റുകൾ റോയൽ കേരളക്ക് നഷ്ടമായിരിക്കുന്നു. സിദ്ധാർത്ഥ് രാജ്, ന്യൂ ബാറ്റ്സ്മാൻ. That's a great hit. A much needed boundary for Siddharth Raj. Oh boy, that was a great shot. Flat batted for a 6 or long on. A very, very good sight for the Royal Kerala players. Finally, they get something to cheer in this innings. Another good shot, but this time through along the ground.
The opener Jibin is still at the crease. He didn't get much balls to face so far in these 3 overs. Next bowler is Sabarish. Good shot from Siddharth. Siddharth is connecting the ball well. Can Jibin turn the game for Royal Kerala? Not as of now. Something has to happen. They have to start pushing the game. 1 or 2 boundaries in this over might help them. A good shot from Siddharth, but straight away, what an amazing catch that is. What a good running catch. Oh my God, that's a great catch. Running towards his right and sliding to the ball to grab the ball with both hands with a steady head. That's an example for a tremendous catch. That is definitely a contender for a great fielding effort in this Riders Cup 2024. What an amazing fielder. A great catch to remove Siddharth, who has been hitting the ball well. In fact, he is the only one who could connect at least one out of the ground in this match. He has been removed with an exceptional fielding effort from Kerala Warriors. Its new batsman is Ashwin. Ashwin whacks one to the square leg area, which is almost not occupied by anyone. He finds the gap for a relief boundary for Royal Kerala. The score slowly moves into 22, which is a totally below par score as per Kerala Warriors standards. That almost yoked the batsman and hit the stumps, but he escapes by a narrow margin. Another single for Ashwin. That's the end of the over. We are moving to the last over of this innings. Royal Kerala 23 for 6 after 4 overs. Our main sponsors, Ambiga Jewelers.
provide 22 karat gold. They are running the jewelries in Mississauga. To visit them. Allison Travel Solutions, for contact them for best rates on air tickets. It's the start of the last over of the innings for Royal Kerala. Starts with a single by Ashwin. Just a single. Jibin couldn't connect one. Oh, Ashwin again swings and misses one. Reaching 30 seems quite impossible after 5 overs. That's a run out and great pickup from the wicket keeper. Had a low collection. He bent down, took the ball and the stumping style to remove the batsman. Next batsman is Darius Annie. Yeah, just 2 more balls in this over to go. Darius on strike. And another block ball delivery. Ashwin on strike again, but he misses again. Trying to get a cheeky single, but couldn't get one. That's the end of the first innings of Royal Kerala. They could only manage a total of 26 runs in the respective 5 overs.
full toss perfectly placed in the gap by Prince. Great ball by Ebin. റോയൽ കേരള 1.1 ഓവറിന് ശേഷം 10 റൺസ് വഴങ്ങിയിരിക്കുന്നു. ബാറ്റ് ചെയ്യുന്നത് കേരള വാരിയേഴ്സിന്റെ പ്രിൻസ്, നോൺ സ്ട്രൈക്കിൽ വിവിൻ. That's a good ball from Belvin. The white ball called by the umpire, even though the players appealing for a caught behind. Another play and a miss. Another boundary for Kerala Warriors.